ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുക്കുംബർ വെച്ച് 3 ഡിഫറെൻറ്റ് വേയിലൂടെ സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകാം. ആദ്യം തന്നെ എൻ്റെ തൊലിയെല്ലാം ഒന്ന് കളയുകയാണ്. ഞാനൊരു സ്ലൈസർ വെച്ച് എൻ്റെ തൊലിയെല്ലാം കളയുകയാണ് ആദ്യമേ തന്നെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ലോങ് റെക്റ്റാങ്കുലർ ഷേപ്പായിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച കുക്കുംബർ ഇവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ്. നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള തൈര് നമുക്ക് ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. മിക്സാക്കി വെച്ചിരിക്കുന്ന സാലഡിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ആൻഡ് ഫൈനലി നമ്മുടെ ഫസ്റ്റ് സാലഡ് ഇവിടെ റെഡി ആയിരിക്കുവാണേ. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് സാലഡാണേ. ഈ രണ്ടാമത്തെ സാലഡിനായിട്ട് ഞാൻ തൊലി കളഞ്ഞ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ് കുക്കുംബർ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു പകുതി സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ
രണ്ടാമത്തെ സാലഡും റെഡി ആയിരിക്കുവാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനായിട്ട് ബെസ്റ്റാണ്. ഈ മൂന്നാമത്തെ സാലഡ് ഉണ്ടാക്കാനായിട്ട് കുക്കുംബർ ഒന്നുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതിയോളം സവാളയാണ്. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈരോട് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ തേർഡ് കുക്കുംബർ സാലഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ 3 സാലഡ് റെസിപ്പീസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതിനകത്ത് ഏതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സാലഡ് റെസിപ്പിയാണ്. 3 നല്ല ടേസ്റ്റാണ്, പക്ഷേ ഫസ്റ്റ് സാലഡാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ആക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.